ശാന്തിഗിരി. കാലാന്തര ഗുരുവായ കരുണാകര ഗുരുവിന്റെ പ്രസ്ഥാനം. കാലാന്തര ഗുരു എന്നാൽ ആരാണ്? കാലാന്തര ഗുരു കൽപ്പത്തിന്റെ അധികാരി. കൽപ്പമെന്നാൽ 14 മന്വന്തരം. ഒരു മന്വന്തരം എന്നാൽ 30,67,20,000 വർഷം. അങ്ങനെയുള്ള 14 മന്വന്തരങ്ങളുടെ അധികാരിയായ ഗുരുവിന്റെ കാലയളവ് 72 വർഷം കൊണ്ട് അവസാനിച്ചു. കുറഞ്ഞ കാലയളവുള്ള പ്രവാചകന്മാർക്കു പോലും 2000 വർഷത്തിന്റെയും 1500 വർഷത്തിന്റെയും കാലയളവുണ്ടായിരുന്നു. അപ്പോൾ കാലാന്തര ഗുരുവായ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിന് വെറും 72 വർഷമോ? 3 തലമുറ വരെ ആശ്രമത്തിൽ കയറ്റരുത് എന്നും കയറ്റിയാൽ ആശ്രമം നശിപ്പിക്കും എന്നും ഗുരു പറഞ്ഞവർ. ഗുരു ഭൗതിക ശരീരം വെടിഞ്ഞപ്പോൾ ആശ്രമ ഭരണം കൈയടക്കി. ഗുരുവിന്റെ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ലോകത്തിന്റെ ആരൂഢമായ ഗുരുവിന്റെ പർണശാല തകർത്തു കളഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? വരും തലമുറയെ യുഗധർമാനുസരണം കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ കാത്തുനിൽക്കുന്ന ഋഷിമാരുടെയും ദേവീദേവന്മാരുടെയും മാതാപിതാക്കൾ ആകാൻ യോഗ്യതപ്പെടുത്തി വളർത്തിയെടുക്കണമെന്നല്ലേ ഗുരു പറഞ്ഞിരുന്നത്? ശാന്തിഗിരി പരമ്പരയിലെ പുതിയ തലമുറ അതിന് യോഗ്യതപ്പെട്ടവരായാണോ വളർന്നുവരുന്നത്? ജീവന്റെ പൊരുത്തം നോക്കിയല്ലേ ഗുരുവിവാഹങ്ങൾ നടത്തിയിരുന്നത്? സത്സന്താനം ജനിക്കാനുള്ള യോഗ്യതയല്ലേ വിവാഹങ്ങളിൽ ഗുരു കണ്ടിരുന്നത്? ഇന്ന് ശാന്തിഗിരി പരമ്പരയിലെ വിവാഹം ജീവന്റെ പൊരുത്തം നോക്കിയാണോ നടത്തുന്നത്? സത്സന്താനത്തിന് ജന്മം കൊടുക്കാൻ യോഗ്യതപ്പെട്ട പെൺകുട്ടികളെ അമൃത ജനനി ഇച്ഛാനുസാരിയായ ഡോക്ടറുടെ അടുത്ത് അയച്ച് അവരുടെ രോഗത്തിന് ചികിത്സ ചെയ്യുന്നു എന്ന വ്യാജേന അവർ പോലും അറിയാതെ അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്തത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഗുരുവിന് വിശ്വാസികൾ സമർപ്പിച്ച വസ്തുവകകൾ വിറ്റുതുലച്ച് എല്ലാം സ്വന്തം അക്കൗണ്ടിലാക്കിയത് നിങ്ങൾ കാണുന്നില്ലേ? ഗുരുവിന്റെ പ്രാണപ്രതിഷ്ഠയുള്ള പ്രാർത്ഥനാലയത്തിന്റെ മുകൾ ഭാഗം ഇടിച്ചു കളഞ്ഞതും പർണശാല തകർത്തുകളഞ്ഞിട്ട് പണിത കോൺക്രീറ്റ് മന്ദിരം പ്രാർത്ഥനാലയത്തിന്റെ മകുടത്തിൽ കുത്തിനിർത്തിയിരിക്കുന്നതും നിങ്ങൾ കണ്ടില്ലേ? വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് പോലും ആഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചപ്പോൾ കേരളത്തിൽ അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണവും അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കേണ്ട ആത്മീയ പ്രസ്ഥാനം ഉത്സവമേള നടത്തുന്നു. ശാന്തിഗിരിയിൽ വരുവിൻ സന്തോഷിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഇതായിരുന്നു ഗുരു കാണിച്ചു തന്ന മാതൃക. ഗുരുവിന്റെ ജന്മഗൃഹം പൊളിക്കാനുള്ള നീക്കം നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ആശ്രമത്തിന്റെ മറവിൽ സാമ്പത്തിക അഴിമതികളും മദ്യക്കച്ചവടവും നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഗുരുവിന്റെ സ്നേഹം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഗുരു പറഞ്ഞുതന്ന ആശയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വരുംതലമുറയും വീടും നാടും ഉലകവും രക്ഷപ്പെടണമെങ്കിൽ ഗുരുവിന്റെ ഇച്ഛ ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ നടപ്പിലാകണം എന്ന ചിന്ത ഉണ്ടാകേണ്ടതല്ലേ? ഗുരുവിന്റെ ആശയം ചവിട്ടിമെതിക്കപ്പെട്ട ആശ്രമത്തിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങിയാൽ മതിയോ? ഞങ്ങൾ ആശ്രമത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മടങ്ങുന്നു. അവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കെന്ത് എന്ന ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നമ്മൾ ജനിച്ചത്? നമ്മൾ ഇനി എത്രകാലം കൂടി ഈ ലോകത്തുണ്ടാകും? ഇതെല്ലാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവൻ ഈ ശരീരം വിട്ടുപോകുന്നതിനു മുമ്പ് ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ ഗുരുവിന്റെ ഇച്ഛ നടപ്പിലാക്കുന്നതിനു വേണ്ടി, ആശ്രമഭരണം ഗുരുവിന്റെ ബൈലാപ്രകാരം ആകുന്നതിനു വേണ്ടി, ശാന്തിഗിരി പരമ്പര ഗുരു ഇച്ഛിച്ച രീതിയിൽ വളർന്നു വരുന്നതിനു വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ നമുക്ക് ബാധ്യതയില്ലേ?